വൈറസസിൻ്റെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബാക്ടീരിയോഫേജസ് ആണ്. അപ്പോൾ ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, they are nothing but the viruses that attacks the bacteria. അപ്പോൾ ഈ ബാക്ടീരിയോഫേജസിനെ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് 1915 ട്വാട്ട് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ആൻഡ് ഇൻ 1917 ഡി ഹെറൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുള്ളത്. ഇത് ശരിക്കും ബാക്ടീരിയോഫേജസ് കൂടുതലായിട്ടും എൻഡറിക് ബാക്ടീരിയ, നമ്മളുടെ ഇൻഡസ്റ്റൈനിൽ ജീവിക്കുന്ന ബാക്ടീരിയാസിനെ ഇൻഫെസ്റ്റ് ചെയ്തിട്ടാണ്, അത് ഹ്യൂമൻസിലും മറ്റ് ആനിമൽസിലും അങ്ങനെയുള്ള ബാക്ടീരിയാസിനെ ഇൻഫെസ്റ്റ് ചെയ്തിട്ടാണ് ഈ ബാക്ടീരിയോഫേജസ് സാധാരണ കാണുന്നത്. ഒരുപാട് തരം വൈറസുകളുണ്ട്, ബാക്ടീരിയോഫേജസുകളുണ്ട്. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അനുസരിച്ചിട്ട് നമുക്ക് 4 ഗ്രൂപ്പായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. സിംഗിൾ സ്റ്റാൻഡേർഡ് DNA phages, ഡബിൾ സ്റ്റാൻഡേർഡ് DNA phages, സിംഗിൾ സ്റ്റാൻഡേർഡ് RNA phages ആൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA phages. അപ്പോൾ ഇതിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA phagesiൻ്റെ ഒരു എക്സാമ്പിളാണ് T4 ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. ലാർജ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയോഫേജസ് ആണ് T4 ബാക്ടീരിയോഫേജസ്. ദേ ആർ ഓൾസോ കോൾഡ് ആസ് കോളിഫേജ്. കാരണം നമ്മുടെ ഇൻഡസ്റ്റൈനിലുള്ള എസ്ചെറിഷ്യ കോളയെ ഈ ബാക്ടീരിയയുടെ പാരസൈറ്റാണ്. ഈ T4 ഫേജ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ സാധാരണയായിട്ട് കോളിഫേജ് എന്ന് വിളിക്കാറ്. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഫേജ് ആണ്, വിച്ച് എക്സിബിറ്റ് ബൈനൽ സിമെട്രി. ഐക്കോസഹീഡ്രനും ഉണ്ട്, അതേപോലെ ഹെലിക്കൽ സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് എക്സിബിറ്റിംഗ് ബൈനൽ സിമെട്രി. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 5 സ്ട്രക്ചറൽ പാർട്സ് ആണ് കാണുന്നത്. That is divided into head, neck, tail, basal plate and tail fibers. നമ്മൾ ഓരോ പാർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ the head portion cubical ആണ്, ഐക്കോസഹീഡ്രൻ ഷേപ്പ് ആണ്. ഇറ്റ് is slightly elongated, കാരണം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 95 നാനോമീറ്റർ ആണ്. ഡയമീറ്റർ is only 65 നാനോമീറ്റർ. So it is slightly elongated, bipyramidal and it is resembling a hexagonal prism. ഇനി ഇതിൻ്റെ സെൻട്രൽ കോർ പാർട്ട്, ദിസ് ഇസ് ഹാവിങ് എ ഡബിൾ സ്റ്റാൻഡേർഡ് ലീനിയർ DNA. പിന്നെ കുറച്ച് പ്രോട്ടീൻസ് ഉണ്ടാവും, പെപ്റ്റൈഡ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കുറച്ച് പ്രോട്ടീനേഷ്യസ് മെറ്റീരിയൽസ് ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNAയിൽ സാധാരണ സൈറ്റോസിന് പകരം ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ ഹൈഡ്രോക്സി മീഥൈൽ സൈറ്റോസിൻ. So that is about the head portion. ഇനി ഈ head, the central core part, this is surrounded by an envelope അല്ലെങ്കിൽ covering called as a capsule. നമുക്ക് അറിയുന്നതാണ്, it is made up of smaller subunits called as a capsomeres. അപ്പോൾ ഇവിടെ T4 phage-ൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ there are almost about 2000 capsomeres forming the capsid. Next part is called as a neck portion. ഇത് ശരിക്കും ഒരു ഹെഡ് ടെയിൽ കണക്ടറാണ് ഈ നെക്ക് ആയിട്ട് വരുന്നത്. വളരെ ഷോർട്ടാണ് ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ കോളർ ഓർ എ ഡിസ്ക് പ്ലസ് സെവറൽ ഫൈബേഴ്സ് ആർ ദെയർ വിച്ച് ആർ കോൾഡ് ആസ് ദി വിസ്കേഴ്സ്. അപ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു നെക്കാണ്. ജസ്റ്റ് ഈ ഒരു ഹെഡിനെയും ടെയിലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. ഇനി ടെയിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ വെരി ഷോർട്ട് നാരോ സിലിണ്ടറിക്കൽ പാർട്ട്, ഓൾമോസ്റ്റ് അബൌട്ട് 80 നാനോമീറ്റർ ലോങ് ആൻഡ് അബൌട്ട് 80 നാനോമീറ്റർ വൈഡ്. ദ സെൻട്രൽ പാർട്ട് ഇറ്റ് ഇസ് ഹെലിക്കൽ വിച്ച് ഇസ് ഹാവിങ് എ ഹോളോ കോർ ഓർ ട്യൂബ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ദ വൈറൽ DNA വിൽ ബി പാസിംഗ് ടു ദി ഹോസ്റ്റ്. Now this is surrounded by several helical shaped contractile sheath. This contractile sheath, they are made up of protein. Almost about 144 protein subunits are there, which are arranged in 24 rings, and each ring it is consisting of 6 subunits. Now this sheath, it is connected basally to the collar, and terminally it is connected to the basal plate. ഇനി ബേസൽ പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബേസൽ പ്ലേറ്റ് ഓൾസോ കോൾഡ് ആസ് എൻഡ് പ്ലേറ്റ്, ഓൾമോസ്റ്റ് ഒരു ഹെക്സഗണൽ ഷേപ്പാണ് ഇതിനുള്ളത്. ഹെക്സഗണൽ
plate with pin or spikes will be there at each corner, and each spike it will be connected to the tail fiber. That's basal plate. Tail fiber നോക്കിക്കഴിഞ്ഞാൽ there will be 6 tail fibers. അതായത് നമ്മുടെ ഓരോ basal plate ന്റെ ഈ 6 corners ഒന്നും rises one tail fiber. Now this is actually used for attachment to the host cell surface. The length നോക്കിക്കഴിഞ്ഞാൽ almost about 130 nanometer long ആണ് and 2 nanometer in width. Then each tail fiber it can be divided into two parts. ഒരു proximal part ഒരു terminal part. The proximal part, this is attached to the basal plate, and the terminal one, this is having the receptor to attach to the site of the cell wall of the host. So this is also having a receptor site which help them to bind with the specific receptors that is present on the surface of the cell wall of the bacteria. So that is about the tail fiber. So this is the structure of the bacteriophage.